വരുന്നവരടുത്തൊക്കെ ഞാൻ പറഞ്ഞു 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് വിലപ്പെട്ടത്. ആ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ അവരൊന്നും ചെയ്യും. നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ആരെയും ഈ സ്പോട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രതീക്ഷയറ്റുപോകും മുൻപ് കഴിയുന്നതൊക്കെ ചെയ്തവരാണ്. അധികൃതരോട് കേണപേക്ഷിച്ചു. ആരെയും കാണാഞ്ഞിട്ട് സ്വയം പ്രതിരോധമൊരുക്കി. കാരണം അവർക്ക് താമസിക്കാൻ മറ്റിടമില്ല. കൺമുന്നിൽ നഷ്ടമാകാൻ തുടങ്ങിയത് സ്വന്തം വീടാണ്. ഞങ്ങൾ ഇത്രയും കുടുംബങ്ങൾ ഇന്ന് പതറിയാണ്. ഒരു തല ചാച്ച് കിടക്കാൻ ഞങ്ങൾക്ക് ഇടമില്ലാതെ. ഒടുവിൽ എല്ലാം നഷ്ടമായി കടലിന്റെ മക്കൾ ഇങ്ങനെ പടിയിറങ്ങും. തിരുവനന്തപുരം പള്ളിത്തുറ വലിയവേളി ഭാഗങ്ങളിൽ നിന്ന് വിലാപങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്വന്തം ഇടം ഒലിച്ചു പോകുന്നത് കാണേണ്ടി വന്നത് വലിയവിള സ്വദേശി റീത്തയ്ക്കാണ്. ഇനി ഇവിടെ കിടക്കാൻ പേടി. ഇന്നലെ വരെ എന്റെ എല്ലാവരും വന്നു പറഞ്ഞ് മാറണമെന്ന്. ഞാൻ ഇനി മാറാതെ കിടന്ന ഇനി ഞങ്ങളുടെ പുറത്തൂടെ ഒന്ന് ഇടിച്ച് ചാകൂല ഞങ്ങള്. പലതവണ പരാതി പറഞ്ഞിട്ടും സ്വന്തം ജീവന്റെ കാര്യമാണെന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല. എല്ലാം കെട്ടിപ്പെറുക്കി പലായനം ചെയ്യാനാണ് ഇവരുടെയും വിധി. 9 ദിവസം എന്റെ മകൻ ജോലിക്ക് പോയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ 9 ദിവസം എന്റെ മകൻ ജോലിക്ക് പോകാതെ നിൽക്കും കടൽ പ്രശ്നമായിട്ട്. അങ്ങനെ എന്റെ മകൻ ഇന്നുകൊണ്ട് വീട് വാടക വീട് എടുത്തിട്ടാണ് ഞങ്ങള് എല്ലാരും കൂടെ പോണത്. വലിയതുറ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള പ്രദേശത്തെ നിരവധി വീടുകളാണ് ഈ അവസ്ഥയിലുള്ളത്. മുട്ടത്തറയിൽ നിന്ന് പുനർഗേഹം പദ്ധതി നിരവധി പേർക്ക് താങ്ങാകുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ചിലരും ഇവിടെയുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.